ഇറാനിയൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ പാത ഒരുക്കി നൽകാൻ ഇറാനിയൻ നാവികസേന അകമ്പടി സേവിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തി പേരുവിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഇറാൻ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനുമായി മത്സരിക്കുന്ന അമേരിക്കയും ഇസ്രയേലും തമ്മിൽ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ഇടപെടലിനെ തുടർന്നുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ അനുമതി ലഭിച്ച വഴി അതിലൂടെ തന്നെ ഇറാൻ നാവികസേന കഴിഞ്ഞയാഴ്ച ഒരു ഇന്ത്യൻ നാവിക അവിടെ നിന്നും പുറപ്പെട്ട LPG ടാങ്കുകളുമായി പുറപ്പെട്ട ഒരു കപ്പലിനെ നയിച്ചതായി തന്നെയാണ് ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി തന്നെ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പരസ്യമായി സംസാരിക്കാൻ ജീവനക്കാർക്ക് അധികാരമില്ലാത്തതിനാൽ തന്നെ പേര് വെളിപ്പെടുത്താതെ തന്നെ അവിടെ ആ ഒരു നിബന്ധന പാലിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സെൻസിറ്റീവ് ക്രോസിംഗ് നടത്താൻ അനുവദിച്ചിരിക്കുന്ന 2 കപ്പൽ, ഇന്ത്യൻ കപ്പലുകളിൽ ഒന്നാണ് ടാങ്കർ എന്ന്, അതിനാണ് ഇത്തരത്തിൽ അകമ്പടി സേവിച്ചതായിട്ട് തന്നെ ഇവരെ വ്യക്തമാക്കുന്നത്. മേഖലയിലെ സംഘർഷങ്ങൾ ആഗോള ഷിപ്പിംഗ് റൂട്ടുകളെ തടസ്സപ്പെടുത്തുകയും ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചെക്ക് പോയിന്റുകൾ ഒന്നായി അതിലൂടെ തന്നെ ഊർജ്ജ ഗതാഗതത്തിനുള്ള അപകട സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഈ ഒരു മാർഗം അവിടെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ യാത്രാ സമയത്ത് കപ്പൽ ഇറാൻ നാവികസേനയുമായി തന്നെ റേഡിയോ ബന്ധത്തിൽ തുടരുകയും കപ്പലിന്റെ പതാക, അതേപോലെ ഉത്ഭവസ്ഥാനം, ലക്ഷ്യസ്ഥാനം, ജീവനക്കാരുടെ ദേശീയത എന്നിവയെല്ലാം ഉൾപ്പെടെ തന്നെ വിശദമായ വിവരങ്ങൾ അവർ ശേഖരിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ ക്രൂ അംഗങ്ങളും ഇന്ത്യക്കാരായിരുന്നു. തുടർന്ന് കപ്പൽ ഒരു നിശ്ചിത പാതയിലൂടെ തന്നെ നയിച്ചുവെന്നും, ടെഹ്റാൻ നടപ്പിലാക്കുന്ന ഒരു നിയന്ത്രിത പാസേജ് സംവിധാനമായി തന്നെ ഇതിനെ കണക്കാക്കുന്നു. ഇറാൻ ജല അതിർത്തിക്കുള്ളിലെ കപ്പലുകളുടെ ഗതാഗതം സമയത്ത് നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷം തന്നെ തിരഞ്ഞെടുക്കാത്ത കപ്പലുകൾക്ക് ഹോർമൂസ് അവിടെ കടത്തിവിടാൻ ഇറാൻ അനുവദിക്കുന്നതായി തന്നെ തോന്നുന്ന ഒരു വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ കപ്പലുകൾക്ക് ഗതാഗതം അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മിക്കവാറും ഇറാന്റെ നേട്ടത്തിന് മാത്രമാണ് എന്നും, ആഗോള എണ്ണ കയറ്റുമതിയുടെ 5-1 അത് കൈകാര്യം ചെയ്യുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഇത് ഊർജ്ജ വിതരണത്തിനുള്ള ഒരു സുപ്രധാന പാതയായി തന്നെ കണക്കാക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഫെബ്രുവരി അവസാനം യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഈ പാതയിൽ മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടുന്ന 1-ലധികം ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഇത് നാവികരുടെ മരണത്തിനും ഇൻഷുറൻസ് ചിലവുകൾ കുത്തനെ വർദ്ധിപ്പിക്കുവാനും കാരണമായിരിക്കുകയാണ്. ഈ പ്രദേശത്ത് നാവിക മൈനുകൾ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് വാണിജ്യ കപ്പലുകൾക്കുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. മാർച്ച് 13 രാത്രിയിൽ യാത്ര ചെയ്യാൻ അനുമതി ലഭിക്കുന്നതിന് മുൻപേ തന്നെ ഇന്ത്യൻ ടാങ്കർ പേർഷ്യൻ ഗൾഫിൽ ഏകദേശം 10 ദിവസത്തോളം നങ്കൂരമിട്ടിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷിതമായ കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത്. ലൈഫ് റഫക്റ്റുകൾ തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള അടിയന്തര തയ്യാറെടുപ്പുകൾ ക്രൂ നടത്തി വരികയാണ്. ഇത് മുറിച്ചു കടക്കാൻ തന്നെ സങ്കീർണമായിരുന്നുവെന്നും, ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു എന്നത്, ആ നിലയിലാണ് ടാങ്കർ സഞ്ചരിച്ചത്. സംഘർഷവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ കാരണം ഇവിടെ GPS തകരാറുകൾ അനുഭവപ്പെടുകയും ഈ യാത്ര ഗണ്യമായി തന്നെ ദീർഘിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായതായി തന്നെ ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.